വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സാൻസ്ക്രിറ്റ്. ഇന്ന് 5ാം ക്ലാസ്സിലെ 2ാം പാഠമായ അവധാനേന കർത്തവ്യം എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പഠന പ്രവർത്തനത്തിന് മുന്നായിട്ട് നമുക്ക് പദച്ഛേദം കാണാൻ സാധിക്കും. കോബി എന്ന് പിരിച്ച് നമ്മൾ എഴുതുന്നത് കഹ പ്ലസ് അബിയാണ് കോബി. കിം അബി എന്ന് പിരിച്ച് എഴുതുമ്പോൾ കിം പ്ലസ് അബി എന്ന് വരും. ഇതിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോ ആയിട്ട്, ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ട് അതിൻ്റെ വ്യാകരണ വിശേഷങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് വന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അടുത്ത വിഗ്രഹമാണ്. വിശേഷണ ഗ്രഹണം എന്നാണ് വിഗ്രഹം എന്നാൽ. അതായത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ അറിയുക. ഒരു വാക്കിനെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണ്. ഗുഹാമുഖേ, ഗുഹായാഹ മുഖേ, ഗുഹയുടെ മുഖത്ത് എന്നർത്ഥം. പാദചിഹ്നാനി, പാദാനാം ചിഹ്നാനി, പാദങ്ങളുടെ അടയാളം എന്നർത്ഥം. അതായത് കാൽപ്പാടുകൾ എന്നർത്ഥം. അടുത്ത് ഗുഹാന്തരം, അന്യഗുഹ, മറ്റൊരു ഗുഹ എന്നാണ് ഗുഹാന്തരം. അന്തരം എന്ന വാക്കിനർത്ഥം അടുത്തതെന്നാണ്, മറ്റൊരു എന്നാണ് അർത്ഥം. അടുത്ത സിംഹഗർജനം, സിംഹസ്യ ഗർജനം, സിംഹത്തിൻ്റെ ഗർജനം എന്നാണ് സിംഹഗർജനം. ഇത് രണ്ടുമാണ് പദച്ഛേദവും വിഗ്രഹവും ഉള്ളത്. ഇനി അടുത്ത താഴെയായിട്ടാണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ പഠന പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. കഥായാഹ ആശയാനുസാരം പദം ചിത്രേണ സഹ യോജയതു. കഥയുടെ ആശയമനുസരിച്ച് പദങ്ങൾ ചിത്രവുമായി യോജിപ്പിക്കാനാണ്. ഇവിടെ 4 വാക്ക് കൊടുത്തിട്ടുണ്ട് താഴെ. വിവേകി, ബുഭുക്ഷിത, ഗർജതി, പാദചിഹ്നാനി പശ്യതി എന്ന വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വിവേകി വിവേകമുള്ളവൻ, ബുഭുക്ഷിത വിശപ്പുള്ളവൻ, ഗർജതി ഗർജിക്കുന്നു അല്ലേ. അടുത്ത് പാദചിഹ്നാനി പശ്യതി കാൽപ്പാടുകൾ കാണുന്നു എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വലതുവശത്തായിട്ട് സിംഹത്തിൻ്റെയും കുറുക്കൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്ത 4 കാര്യങ്ങൾ, അതിനെ 2 കാര്യം ഒരാൾ ചെയ്ത് 2 കാര്യം മറ്റൊരാൾ ചെയ്തതാണ്. അങ്ങോട്ടേക്ക് യോജിപ്പിക്കണം. നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യം കൊടുത്തിരിക്കുന്നത് വിവേകി. വിവേകി എന്ന് വെച്ചാൽ ബുദ്ധിശാലിയാണ് അല്ലേ, ബുദ്ധിയുള്ളവൻ. ആരാണ് അതിനകത്ത് ബുദ്ധിയുള്ളവൻ? തീർച്ചയായും അത് കുറുക്കനാണ്. അപ്പോൾ കുറുക്കനിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. അടുത്തത് ബുഭുക്ഷിത, വിശന്നിരുന്നത് ആരാണ്? ബുഭുക്ഷിത എന്ന് വെച്ചാൽ വിശന്നിരുന്നതാണ്. ബുഭുക്ഷിത ആരാണ്? വിശന്നിരുന്ന ആരാണ്? അത് സിംഹമാണ്. അപ്പോൾ സിംഹത്തിലേക്കാണ് ആ വാക്ക് യോജിപ്പിക്കേണ്ടത്. ഇനി ഗർജതി, ഗർജിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാം, ആരാ? സിംഹമാണ്. അപ്പോൾ സിംഹത്തിലേക്ക് ആ വാക്കിനെയും യോജിപ്പിക്കണം. അപ്പോൾ പാദചിഹ്നാനി പശ്യതി. അടുത്തത് കാൽപ്പാട് കണ്ടത് ആരാണ്? കുറുക്കനാണ്. അപ്പോൾ കുറുക്കനിലേക്ക് യോജിപ്പിക്കണം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ആ പേജിൽ മുകളിൽ കാണുന്ന പ്രവർത്തനം ഉചിത വർണ്ണലേപനം കരോതു ചിത്രേ കെ സന്ധി ഇതി വദതു എന്നാണ്. അനുയോജ്യമായ നിറം കൊടുക്കൂ, എന്നിട്ട് എന്താണ്, ചിത്രത്തിൽ ആരൊക്കെയാണ് എന്ന് പറയൂ, ആരൊക്കെയാണ് ഉള്ളതെന്ന് പറയൂ എന്നാണ്. ഇത് കുട്ടികളോട് പറയിപ്പിക്കാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ എഴുതിപ്പിക്കാനല്ല. അപ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കിയേ, ആ ചിത്രത്തിലെ ഏറ്റവും ഇടതുവശത്തായിട്ട് മുകളിൽ മരത്തിലിരിക്കുന്ന ആരാ? മയൂരഹ, മയിലാണ്. അപ്പം മയൂരഹ എന്നാണ് അവർ പറയേണ്ടത്. അടുത്ത് തൊട്ട് താഴെ, അതിൻ്റെ താഴെയായിട്ട് കരടി, ഭല്ലൂകഹ. തൊട്ട് താഴെ വലതുവശത്ത് നിലത്ത് കിടക്കുകയാണ് വ്യാക്രഹ, കടുവ. തൊട്ട് വലതുവശത്തായിട്ട് സിംഹഹ, സിംഹം. ആ സിംഹത്തിൻ്റെയും കടുവയുടെ നടുക്ക് മുകളിലായിട്ട് ഗജഹ, ആന അവിടെ നിൽക്കുന്നുണ്ട്. സിംഹത്തിൻ്റെ വലതുവശത്തായിട്ട് ശൃഗാലഹ, കുറുക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഹരിണഹ, ഹരിണഹ എന്നോ മൃഗഹ എന്നോ നമുക്ക് പറയാം. ഹരിണഹ. തൊട്ട് മുകളിൽ മരക്കൊമ്പിൽ വാനരഹ. ഇത്രയുമാണ് കുട്ടികളെ കൊണ്ട് പറയേണ്ടത്. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയേ. സാഭിനയം കഥാം അവതാരയതു. അഭിനയ സഹിതം കഥ അവതരിപ്പിക്കാനാണ്. ഈ കഥയുടെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഥ അവതരിപ്പിക്കേണ്ട രീതിയിൽ, അതായത് ശരിയായ താളത്തോടെ കഥ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായി പറയുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കൊടുത്ത് മറ്റുള്ളവരെ അതിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നൊക്കെ അത്തരത്തിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനം ചെയ്യിപ്പിക്കേണ്ടതാണ്. സാഭിനയം കഥാം അവതാരയതു, അഭിനയ സഹിതം കഥ അവതരിപ്പിക്കുക. അതായത് കുറുക്കൻ അല്ലേ സിംഹത്തിൻ്റെ ഗുഹ കണ്ടു, അതിനു മുമ്പായിട്ട് സിംഹം എന്ത് ചെയ്തു? ഗുഹയുടെ അകത്ത് കയറുന്നു. അതൊക്കെ അഭിനയിച്ചുകൊണ്ട് കാണിക്കുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനത്തെ നമ്മൾ ചെയ്യണം. ഓക്കെ. പിന്നെ കുറുക്കൻ ഇങ്ങനെ ചിന്തിക്കണ്ടല്ലേ, കുറുക്കൻ ചിന്തിക്കണ്ടല്ലേ, കാൽപ്പാടുകൾ, സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടിട്ട് കുറുക്കൻ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ അവതരിപ്പിച്ച് കാണിക്കുന്ന തരത്തിലേക്ക് കുട്ടികൾ കഥ പറഞ്ഞ് കൃത്യമായ താളത്തോടെയും ഈ സൗണ്ട് മോഡുലേഷനോടെ കൂടിയിട്ട് തന്നെ കഥ അവതരിപ്പിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രവർത്തനം എന്താണ്? കോഷ്ടകാത് പക്ഷിമൃഗാദീനാം നാമാനി സ്വീകൃത്യ
ചിത്രസ്യ അത്തഹ ലിഖതു. ബ്രാക്കറ്റിൽ നിന്നും പക്ഷിമൃഗാദികളുടെ പേരുകൾ എടുത്തിട്ട് ചിത്രത്തിൻ്റെ അടിയിൽ എഴുതണം. ഇതിനോടകം തന്നെ ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരുകളൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ശശകഃ, ജംബുകഃ, ബഗഃ, ഹരിണഃ, മാർജാരഃ, ഋഷഭഃ, ഫേകഃ, ഗജഃ. ശശകഹയാണ് ആദ്യത്തെ. ആരാണ് ശശകഃ? മുയലാണ്. ജംബുകഃ എന്ന് വെച്ചാൽ എന്താണ്? കുറുക്കൻ. കുറുക്കൻ്റെ മറ്റൊരു പേര് ശൃഗാലഹ എന്നാണ്. ജംബുകഃ എന്നും പറയും. അടുത്ത് ബഗഃ, കൊക്കാണ് ബഗഃ. ഹരിണഃ ആരാണ്? മാനാണ്. മാർജാരഃ പൂച്ച. ഋഷഭഃ കാള. ഫേകഃ തവള. ഗജഃ ആന. അപ്പോൾ ഇതിനനുസരിച്ച് വേണം കുട്ടികൾ അതാത് ചിത്രത്തിന് താഴെയായിട്ട് അത് പൂരിപ്പിച്ചു കൊടുക്കണം. ആദ്യത്തെ ചിത്രത്തിന് താഴെ എന്ത് ചെയ്യണം അവർ? ഗജഃ. രണ്ടാമത്തെ ചിത്രം ഋഷഭഃ. മൂന്നാമത്തെ ചിത്രം ശശകഃ. നാലാമത്തെ ചിത്രം ബഗഃ. അഞ്ചാമത്തെ ചിത്രം മാർജാരഃ. ആറാമത്തെ ചിത്രം ജംബുകഃ. ഏഴാമത്തെ ചിത്രം ഫേകഃ. എട്ടാമത്തെ ചിത്രം ഹരിണഃ. ഈ തരത്തിൽ അവർ അടിയിൽ എഴുതണം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ചിത്രാനുസാരം ക്രിയാപദാനി യോജയതു എന്നാണ്. ചിത്രത്തിനനുസരിച്ച് ക്രിയാപദങ്ങൾ യോജിപ്പിക്കാനാണ്. ഈ ക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലേ. സംസ്കൃതത്തിൽ ഈ ക്രിയാപദം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതൊന്ന് പരാമർശിച്ച് പോകാം. ക്രിയകൾ 3 തരത്തിലാണുള്ളത്. പ്രഥമ പുരുഷനിൽ പ്രയോഗിക്കുന്നവ, മധ്യമ പുരുഷനിൽ പ്രയോഗിക്കുന്നവ, ഉത്തമ പുരുഷനിൽ പ്രയോഗിക്കുന്നവ. അതായത് ഇത് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിസ്സാര കാര്യങ്ങളുള്ളൂ. പ്രഥമ പുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അവൻ പഠിക്കുന്നു, അവൻ എഴുതുന്നു, അല്ലേ, അവൻ കളിക്കുന്നു, അങ്ങനെയുള്ളതൊക്കെയാണ് പ്രഥമ പുരുഷൻ കേട്ടോ. അങ്ങനെ മറ്റൊരാളെക്കുറിച്ച് പറയുന്നതാണ്. ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, അതിൽ വ്യത്യാസമില്ല. പഠതി, ഒരാൾ പഠിക്കുകയാണെങ്കിൽ പഠതി, 2 പേര് പഠിക്കുകയാണെങ്കിൽ പഠതഃ, 3 പേര് പഠിക്കുകയാണെങ്കിൽ പഠന്തി, അല്ലെങ്കിൽ ഒരാൾ വായിക്കുകയാണെങ്കിൽ പഠതി. പഠതി എന്നതിന് എന്താണ് ശരിക്കുമുള്ള ഇത് വായിക്കുക എന്നാണ് ശരിക്കും അർത്ഥം. അപ്പോൾ പഠതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വായിക്കുകയാണ്. പഠതഃ 2 പേര് വായിക്കുകയാണ്. പഠന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുവചനാണ്, 3ഓ അതിലധികമോ. വളരെ ലളിതമായിട്ട് അതിൻ്റെ അർത്ഥം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രഥമ പുരുഷൻ അവൻ അല്ലെങ്കിൽ അവൾ പഠിക്കുന്നു. ദ്വിവചനത്തിൽ അവർ 2 പേർ പഠിക്കുന്നു. പഠതഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് കൂടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. 2 പേര് കൂടി പഠിക്കുന്നു എന്നാണ് പഠതഃ. ശരിക്കും 2 പേര് കൂടി വായിക്കുന്നു എന്നാണ് ശരിയായ അർത്ഥം. പല സ്ഥലങ്ങളിലും പഠതി എന്ന് പ്രയോഗിക്കുന്നത് പഠിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഓക്കെ. ബഹുവചനത്തിൽ എല്ലാവരും കൂടിയിട്ട്, കുറേ പേര് എല്ലാവരും കൂടിയിട്ട് പഠിക്കുക, അപ്പോൾ പഠന്തി എന്നാണ് പറയുക. ഓക്കെ. മധ്യമ പുരുഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളോട് നേരിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് നീ പഠിക്കുന്നു, നീ എഴുതുന്നു, നീ കളിക്കുന്നു, നീ ചിരിക്കുന്നു എന്നുള്ള പ്രയോഗമാണ് മധ്യമ പുരുഷനിൽ വരിക. അപ്പോൾ യു എന്ന് നമ്മൾ പറയില്ല, യു ചേർത്ത് പറയില്ല ഇംഗ്ലീഷിൽ, അതേപോലെ തന്നെ. അപ്പോൾ പഠസി, നീ പഠിക്കുന്നു. ത്വം പഠസി എന്നാണ് ശരിക്കുള്ള രൂപം, പഠിക്കുന്നു. അപ്പോൾ അടുത്ത് പഠതഃ, നിങ്ങൾ 2 പേർ പഠിക്കുന്നു. പഠഥ, നിങ്ങളെല്ലാവരും പഠിക്കുന്നു എന്നർത്ഥത്തിലാണ്. ഇനി ലാസ്റ്റ് ഉത്തമ പുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് പറയുക. SP അടിക്കാനൊക്കെ നമ്മൾ പറയില്ലേ, പൊങ്ങി അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. നമ്മളെ തന്നെ നമ്മൾ പറയുകയാണ്, ഞാൻ പഠിക്കുന്നു, 2 പേർ പഠിക്കുന്നു, ഞങ്ങളെല്ലാവരും പഠിക്കുന്ന രീതിയിലാണ് ഉത്തമ പുരുഷനിലെ. ഏകവചനത്തിലെ പഠാമി എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്നു. ദ്വിവചനം 2 പേര് കൂടുമ്പോൾ പഠാവഹ, ഞങ്ങൾ 2 പേർ പഠിക്കുന്നു. പഠാമഹ, ഞങ്ങളെല്ലാവരും പഠിക്കുന്ന എന്നർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുക. ഈ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നൊരു പാട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാനത് കോപ്പി ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കൂ. പ്രഥമ പുരുഷൻ പഠതി പഠതഃ പഠന്തി, മധ്യമ പുരുഷൻ പഠസി പഠതഃ പഠഥ, ഉത്തമ പുരുഷൻ പഠാമി പഠാവഹ പഠാമഹ എന്നാണ് രൂപം. നമ്മുടെ പുസ്തകത്തിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടില്ല. ഏകവചനം ദ്വിവചനം മാത്രമാണുള്ളൂ. അതും പ്രഥമ പുരുഷനിലാണ് ഉള്ള രൂപങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ളൂ. അത് നമുക്കൊന്ന് നോക്കാം. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. നൃത്യതി എന്നാണ്. നൃത്തം ചെയ്യുന്നു. ഒരാൾ നൃത്തം ചെയ്യണതിനാണ് നൃത്യതി എന്ന് പറയുക. ഇവിടെ നൃത്തം ചെയ്യാൻ ഉള്ള ഏക ആളാരാ? നമുക്ക് കാണുമ്പോൾ അറിയാം, മയൂരഹിയാണ്. അപ്പം മയൂരഹയുടെ അവിടെയാണ് നൃത്യതി എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്ത ഓപ്ഷൻ ഗർജതി എന്നാണ്. ഗർജതി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗർജിക്കുന്നു അല്ലേ, ഗർജിക്കുന്നു എന്നായിരിക്കും. ആരാ ഗർജിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സിംഹ അല്ലേ. അപ്പോൾ സിംഹത്തിൻ്റെ വലതുവശത്തായിട്ട് സിംഹയുടെ അവിടെയായിട്ട് ഗർജതി എന്ന് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ എന്താണ്? പശ്യതഃ, നോക്കുന്നു എന്നാണ്. നോക്കുന്നു. പശ്യതഃ, 2 പേർ നോക്കുന്നു എന്നാണ്
നമ്മൾ ആദ്യം പറഞ്ഞല്ലോ പഠതി പഠതഹ പഠന്തി. ആ തഹ അതിഥി അതായത് ദ്വിവചനമാണ്. അതുപോലെ പശ്യതി എന്ന് വെച്ചാൽ കാണുന്നു അല്ലെങ്കിൽ നോക്കുന്നു. പശ്യതഹ രണ്ട് പേർ നോക്കുന്നു. ഇവിടെ രണ്ട് പേര് കൂടി നോക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ. അല്ലേ, ആനയല്ല, ആരാണ്? കുറുക്കന്മാരാണ്. അവരുടെ കണ്ണ് മിഴിച്ചിരിക്കുന്നുണ്ടോ, അവരാണ് നോക്കുന്നത്. അപ്പോൾ കുറുക്കൻ്റെ അതായത് ശൃഗാലവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ശൃഗാലഹ നമ്മൾ നേരത്തെ ജംബുഗഹ എന്ന് പഠിച്ചു. ശൃഗാലഹ എന്ന് വെച്ചാലും കുറുക്കനാണ്. ഞാൻ ആദ്യമേ അത് പറഞ്ഞിരുന്നു. ശൃഗാലവ് അപ്പോൾ രണ്ട് കുറുക്കന്മാർ. നമ്മൾ ബാലഹ ബാലവ് എന്ന് പറഞ്ഞാൽ ശൃഗാലവ്. അപ്പോൾ അവിടെയാണ് നമ്മളത് പശ്യതഹ കൊടുക്കേണ്ടത്. ഇനി ധാവതിയാണ് അടുത്ത ഓപ്ഷൻ. ഓടുന്നത് ആരാണ്? ഇവിടെ ഒരാൾ മാത്രം ഓടുമ്പോഴാണ് ധാവതി എന്ന് പറയുക അല്ലേ. ഇപ്പോൾ ഇവിടെ ഓടുന്ന ആരാ? മാനാണ്. നോക്കിയേ. അപ്പോൾ ഹരിണഹ, ഹരിണഹയുടെ വലതുവശത്ത് ധാവതി എന്ന് എഴുതണം. ഇനി ചലതഹ നടക്കുന്നു. രണ്ട് പേര് നടക്കുമ്പോഴാണ് ചലതഹ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ചലതി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് പേര് നടക്കുന്ന ആരാണ് നടക്കണമെന്ന് നോക്കിയേ. തലയാട്ടി നടക്കുന്ന രണ്ട് ടീം ആരാണ്? ഗജൗ ആനകൾ അല്ലേ. അപ്പോൾ അവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. ചലതഹ അവിടെ കൊടുക്കുക. ഓക്കെ. ലാസ്റ്റ് വൺ ഖാതതഹ കഴിക്കുന്നു. ഇവിടെ നോക്കി കഴിക്കുന്ന കൂട്ടുകാരാ നോക്കിയേ, രണ്ട് മുയലുകൾ അല്ലേ. ഇപ്പോൾ രണ്ട് പേര് കൂടി ചെയ്യുമ്പോഴാണ് ഖാതതഹ. ഖാദതി എന്ന് വെച്ചാൽ തിന്നുന്നു, ഖാതതഹ രണ്ട് പേര് കൂടി തിന്നുമ്പോഴാണ്. അപ്പോൾ മുയലിൻ്റെ അവിടെ ശശകോവിൻ്റെ അവിടെ ഖാതതഹ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനവും അവസാനിക്കുന്നു. അവസാനത്തെ പ്രവർത്തനം എന്താണ്? ഗ്രന്ഥാൻ തേഷാം കർത്തൃൻ ച പഠിത്വ പ്രശ്നോത്തര കേളിയും കരോതു. അതായത് ഗ്രന്ഥങ്ങളുടെയും അത് രചിച്ച ആളുകളുടെയും പേരുകൾ താഴെ നീല നിറത്തിലുള്ള കോളത്തിൽ ഇടതും വലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അവയുടെ പേരുകൾ, എഴുതിയ ആളുടെയും പേരുകൾ വായിച്ചിട്ട് പ്രശ്നോത്തര കേളി എന്താണ്? ചോദ്യം ഉണ്ടാക്കി കളിക്കാനാണ് അല്ലേ. അപ്പോൾ ഒരു ക്വിസ് മത്സരം നടത്തി ആ രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികളോട് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് രസകരമായിട്ട് ആ പ്രവർത്തനം ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ആദ്യത്തെ കോളം ഗ്രന്ഥ പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ നമുക്ക് നോക്കാം. പഞ്ചതന്ത്രം, രാമായണം, മഹാഭാരതം, രഘുവംശ എന്നാണ് ഓപ്ഷൻസ്. വലതുവശത്ത് കർത്ത രചിച്ച ആളുകളുടെ പേരുകൾ വിഷ്ണു ശർമ്മ, വാത്മീകി, വേദവ്യാസ, കാളിദാസ. ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പഞ്ചതന്ത്രം എഴുതിയത് ആരാന്ന് നമ്മൾ ഈ പാഠത്തിന് തുടക്കത്തിൽ തന്നെ പഠിച്ചു. ആരാ? വിഷ്ണു ശർമ്മ അല്ലേ. അപ്പോൾ രാമായണം എഴുതിയതാണ് വാത്മീകി, മഹാഭാരതം എഴുതിയതാരാണ്? വേദവ്യാസ, രഘുവംശം എഴുതിയത് കാളിദാസ. പക്ഷേ കുട്ടികൾക്ക് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചതന്ത്രസ്യ കർത്താ കഹ, രാമായണസ്യ കർത്താ കഹ, മഹാഭാരതസ്യ കർത്താ കഹ, രഘുവംശസ്യ കർത്താ കഹ. അല്ലെങ്കിൽ നേരെ തിരിച്ച് കാളിദാസസ്യ ഗ്രന്ഥഃ കഹ അല്ലേ, വേദവ്യാസസ്യ ഗ്രന്ഥഃ കഹ. ഇത്തരത്തിൽ നേരെ തിരിച്ചും ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ പറയിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനം ചെയ്യണം. ഇത്രയുമാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കഹ പ്ലസ് അബി കോബി എന്ന് വന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ വേറെ ഒരെണ്ണം വരുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.